അപ്പോൾ ഹായ് ഓൾ, വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം MSWൻ്റെ 032 ആയിരിക്കും ഇനി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. വരുന്ന ഡിസംബർ 24 2025 ഡിസംബർ 24 നമുക്ക് MSW 0032ൻ്റെ എക്സാം വന്നിട്ടുള്ളത്. സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ആണ് സബ്ജക്റ്റ്. അതിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. നമുക്ക് പ്രധാനമായിട്ടും ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുന്നത് 4 എണ്ണമാണ്. 4 ബ്ലോക്കുകളാണ് നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത്. ഇതിൽ ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ. MSW 032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. അതെല്ലാം 20 മാർക്കിനുള്ളതാണ്. അതിലേതെങ്കിലും 5 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ 20 × 5 100 മാർക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്കിന് എഴുതത്തക്ക പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. അത്ര എലാബറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ആദ്യം തന്നെ പറയാം. പിന്നീട് അതിൻ്റെ തന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാവുന്നത്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസേ കിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള 5 എണ്ണമാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന 8 × 5 40 ക്വസ്റ്റ്യൻസ്. അത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. ഇതിലും കൂടുതൽ ടോപ്പിക്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ 20 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ടോപ്പിക്ക് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തതിൽ നിന്ന് മാറ്റി ചോദിക്കാം. ഇനി 40 ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയപ്പോൾ 40 വേറെ ക്വസ്റ്റ്യൻസ് അല്ല, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഏകദേശം ഒരു 25 ക്വസ്റ്റ്യൻ ഉണ്ടോ അത്രേ ഉള്ളായിരിക്കും. ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ആണ്. സെയിം പോർഷനിൽ നിന്നാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 25 ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം കവർ ചെയ്യാം. അതിന് ശേഷം മതി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ റെഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുകയാണ്. നേരത്തെ പോലെ തന്നെ. എന്നാലും പഴയതിനെ അപേക്ഷിച്ച് നമുക്ക് ടോപ്പിക്സ് കുറച്ച് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കുറവാണ്. അതുകൊണ്ട് ഏകദേശം ടെക്സ്റ്റ് കവർ ആവുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നിട്ടുള്ളത് 100 മാർക്കിന് തന്നെയാണ്. 3 മണിക്കൂർ തന്നെയാണ് നമുക്ക് എഴുതാൻ കിട്ടുന്നത്. 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇത്തവണ 600 വേർഡ്സ് എന്ന് പറഞ്ഞിട്ടില്ല, 500 വേർഡ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. 20 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. 8 ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിലേതെങ്കിലും 5 എണ്ണം എഴുതുക. 500 വേർഡ്സ് എഴുതണം. ഒരു ക്വസ്റ്റ്യന് 20 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പേജ് നമ്പറും തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റേണിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് മൊത്തം 3 മുതൽ 26 വരെയുള്ള പേജ് നമ്പറേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു 100 വേർഡ്സ് ഒരു പേജ് ഒരു പുറം 100 വേർഡ്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമ്മൾ 500 വേർഡ്സിന് ഏകദേശം 5 പുറം എഴുതണം. അപ്പം നമുക്ക് 3 മുതൽ 26 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരെണ്ണം കുറവായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് റഫ് പേജിൽ തൽക്കാലം ഒന്നും എഴുതാതിരിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ 1 3 മുതൽ 7 വരെ 3, 4, 5, 6, 7. 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8, 9, 10, 11, 12. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 13, 14, 15, 16, 17. നാലാമത്തെ ക്വസ്റ്റ്യൻ 18, 19, 20, 21, 22. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 23, 24, 25, 26. അപ്പോഴത്തേക്കും നമുക്ക് പേജ് തീരും. റഫ് പേപ്പറും കൂടെ എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു പേപ്പർ എക്സ്ട്രാ കിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ എക്സാം എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കാര്യം ഞാൻ ഓരോ ക്വസ്റ്റ്യനും എത്ര പേജ് എഴുതണം എന്നുള്ളത് പറഞ്ഞു. എത്ര മാർക്കാണ്? 3 മണിക്കൂർ തന്നെയാണ്, 100 മാർക്ക്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ഡിസ്കഷനിലേക്ക് പോവാം. നമുക്ക് 4 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു ക്രിമിനൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. അതിനകത്ത് യൂണിറ്റ് 1 റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ് ഡീവിയൻസ് ആൻഡ് ക്രൈം എന്ന പോർഷനിൽ നിന്ന് അതിൻ്റെ മീനിങ്, ടൈപ്പോളജീസ്, പാറ്റേൺ വിത്ത് എക്സാമ്പിൾ. ഇതിൽ ടൈപ്പോളജീസ് ആൻഡ് പാറ്റേൺ വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് തന്നെ ഒരു കൊച്ചു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രിപ്പയർ ചെയ്താൽ മതി. ഡീവിയൻസ് ആൻഡ് ക്രൈം, അതിൻ്റെ മീനിങ്, ടൈപ്പോളജീസ് ആൻഡ് പാറ്റേൺ വിത്ത് എക്സാമ്പിൾ. ഓക്കെ. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ ഫങ്ഷൻസ് ഓഫ് ഡീവിയേഷനിസം ആൻഡ് ക്രിമിനലൈസേഷൻ. ആ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി മാർക്ക് ഞാൻ പറയണ്ടല്ലോ, എല്ലാം 20 മാർക്കിന് തന്നെയാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ അടുത്തത് വന്നിരിക്കുന്നത് യൂണിറ്റ് 2 നിന്ന് മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ്. അതൊരു പോർഷനായിട്ട് തന്നെ ഉള്ളതാണ്. അത് 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇൻ കോർട്ട് ഓഫ് ലോ എന്ന് ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണത്, മീനിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ്. ഇതിൽ
വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്, സെയിം കാര്യം. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഒഴിവാക്കിക്കൊണ്ട് മീനിങ് ഓഫ് എവിഡൻസ്, കൺഫെഷൻ ആൻഡ് ഡൈയിങ് ഡിക്ലറേഷൻ വിത്ത് എക്സാമ്പിൾ എന്നായിരുന്നു ആ ചോദ്യം. ഇതിൽ കൺഫെഷൻസും ഡൈയിങ് ഡിക്ലറേഷനും തൊട്ട് താഴെയുള്ള 2 ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് 20 മാർക്കിന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അഗൈൻ യൂണിറ്റ് 2 തന്നെ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പേഴ്സൺ ഇൻ കോർട്ട്, അതും 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത യൂണിറ്റ് 3 കുറേ പോർഷൻ ഇന്ന് വന്നിട്ടില്ല, ഒരെണ്ണമാണ് വന്നേക്കുന്നത്, മെർട്ടൺസ് സ്ട്രെയിൻ തിയറി. അതിൽ 5 മോഡ് എഴുതാനും 3 മോഡ് എഴുതാനും 20 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. മെർട്ടൺസ് സ്ട്രെയിൻ തിയറി അത് ഇമ്പോർട്ടൻ്റ് ആണേ. പിന്നീട് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ്, അത് കുറച്ചധികം തിയറീസ് ഉണ്ട്, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കൺട്രോൾ തിയറീസ്, കണ്ടെയ്ൻമെൻറ്റ് തിയറി, ലേബലിംഗ് തിയറി, കോൺഫ്ലിക്റ്റ് തിയറി, അങ്ങനെ തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ യൂണിറ്റ് 1 ബ്ലോക്ക് 1 നിന്ന്. അടുത്ത ബ്ലോക്ക് 2. ബ്ലോക്ക് 2 യൂണിറ്റ് 1 പർപ്പസ് ഓഫ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കമ്പോണൻസ് ഓഫ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വിത്ത് റെലവൻറ്റ് ഇല്ലസ്ട്രേഷൻ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 2 നിന്ന് പോലീസ് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതിൻ്റെ റോളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. യൂണിറ്റ് 2 തന്നെ പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പോലീസ്, ദ ഫങ്ഷൻസ് ഓഫ് പോലീസ് ഇൻ ദ മോഡേൺ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഹാവ് മൾട്ടിപ്ലൈഡ്, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാണ് ആ ചോദ്യം ചോദിച്ചേക്കുന്നത്. 2 ചോദ്യം യൂണിറ്റ് 2. ഇനി യൂണിറ്റ് 3 നിന്ന് പ്രോസിക്യൂഷൻ ആൻഡ് ദ പ്രോസിക്യൂട്ടർ, അതിൻ്റെ റോൾ ഓഫ് പ്രോസിക്യൂട്ടർ ഇൻ ദ സിവിൽ ജസ്റ്റിസ് സിസ്റ്റം ആണ് CJS ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആണ് കേട്ടോ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആണ് CJS. എന്തോ ഒന്ന് തെറ്റിപ്പോയല്ലോ. പ്രോസിക്യൂഷൻ ആൻഡ് ദ പ്രോസിക്യൂട്ടർ, റോൾ ഓഫ് പ്രോസിക്യൂട്ടർ ഇൻ ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അത് 20 മാർക്കിന്റെ ചോദ്യമാണ്. ഈ യൂണിറ്റ് 4 നിന്നാണ് പിന്നെ വന്നിട്ടുള്ളത് റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ്, അതിൽ സം ഇമ്പോർട്ടൻ്റ് റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ്, നോൺ ഫിസിക്കൽ റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്കിൽ തന്നെ പലയിടത്തും റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡ് പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കാം. യൂണിറ്റ് 4 നിന്ന് റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ചോദ്യം ഞാൻ പറയാം, ഡിഫൈൻ എവിഡൻസസ്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എവിഡൻസ് ദാറ്റ് ആർ ജനറലി യൂസ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. എഗെയിൻ ഇത് നമ്മുടെ ബ്ലോക്ക് 1 ഫസ്റ്റ് പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, യൂണിറ്റ് 1 ഫസ്റ്റ് പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതൊന്നുകൊണ്ട് എടുത്തെഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 3 ആണ്. അത് ക്രിമിനൽ ജസ്റ്റിസിന്റെ പ്രോസസ്സാണ് മൊത്തം ബ്ലോക്ക് 3 പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ് 1 നിന്ന് പോലീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്, അതെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആൻഡ് റോൾ ഓഫ് പോലീസ് എന്നാണ് ചോദ്യം വന്നത് കേട്ടോ യൂണിറ്റ് 1. യൂണിറ്റ് 1 തന്നെ ഫ്രെയിമിംഗ് ഓഫ് ചാർജ്, ചാർജ് എന്താണ് ആൻഡ് പ്രൊസീജിയർ, ഫ്രെയിമിംഗ് ഓഫ് ചാർജ്, ഇതാണ് ചോദ്യം വന്നേക്കുന്നത് കേട്ടോ. പിന്നീട് ബ്ലോക്ക് 3 യൂണിറ്റ് 2 സ്റ്റേജസ് ഓഫ് എ ക്രിമിനൽ ട്രയൽ, അത് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ്, അത് പ്രിസണേഴ്സ് റൈറ്റ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ്. അഗെയിൻ യൂണിറ്റ് 3 നിന്ന് വന്നിരിക്കുന്നത് പ്രൊബേഷൻ, ഡിഫൈൻ പ്രൊബേഷൻ, ഡിസ്ക്രൈബ് ദ നാഷണൽ ലോ ഓഫ് പ്രൊബേഷൻ. പ്രൊബേഷന്റെ 2 ടോപ്പിക്സും കൂടെ ചേർത്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് യൂണിറ്റ് 4 നിന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്ന് ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. സോഷ്യോളജിക്കൽ തിയറീസ് ഓഫ് ക്രിമിനൽ ബിഹേവിയർ എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോഷ്യോളജിക്കൽ തിയറീസ് ഓഫ് ക്രിമിനൽ ബിഹേവിയർ, ഇതിൽ തിയറീസ് ഓഫ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടല്ലോ, അതിലും നമുക്ക് ഇതെല്ലാം എഴുതാം. ഏതാണ് ഞാൻ ഈ വായിച്ചല്ലോ, കൺട്രോൾ തിയറീസ്, കണ്ടെയ്ൻമെന്റ് തിയറി, ലേബലിംഗ് തിയറി, കോൺഫ്ലിക്റ്റ് തിയറി, ഇതാണ് ക്വിനീസ് തിയറി ഓഫ് ദ സോഷ്യൽ റിയാലിറ്റി ഓഫ് ക്രൈം, ടർക്സ് തിയറി ഓഫ് ദ ക്രിമിനലൈസേഷൻ, സൈക്കോ അനലിറ്റിക്കൽ തിയറി ഓഫ് ക്രൈം, സോഷ്യോളജിക്കൽ തിയറീസ് ഓഫ് ക്രിമിനൽ ബിഹേവിയർ, ഇതെല്ലാം തിയറീസ് ഓഫ് പണിഷ്മെന്റിൽ വരുന്നതാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. ഇത് യൂണിറ്റ് 3 ചോദ്യമാണ്, ബ്ലോക്ക് 1. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 കൂടെ ഉണ്ട്. അതിൽ സം സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ IPC,
ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സം സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് IPC, ഇന്ത്യൻ പീനൽ കോഡാണ്. ഇനി നമുക്ക് ബ്ലോക്ക് 4ലേക്ക് പോവാം. ബ്ലോക്ക് 4 യൂണിറ്റ് 1 നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ 5 വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. യൂണിറ്റ് 2 നിന്ന് ഡ്രാഫ്റ്റ് മോഡൽ പ്രിസൺ മാനുവൽ 2003, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രൊവിഷൻസ് ഫോർ വുമൺ പ്രിസണേഴ്സ്, അതിനകത്ത് ഒരു ടോപ്പിക്കാണ്, അത് എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് സബ്സ്റ്റാൻഷിയേറ്റീവ് പ്രൊവിഷൻസ്, അതും എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റ് മോഡൽ പ്രിസൺ മാനുവൽ 2003 ചോദ്യങ്ങളാണ്. അടുത്ത യൂണിറ്റ് 3 നിന്ന് റൈറ്റ് ടു നോൺ ഫിസിക്കൽ ഓർ ആസ്പിറേഷണൽ നീഡ്സ് എന്നും പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ട്. നോൺ ഫിസിക്കൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് 20 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ ഇവിടെയാണുള്ളത് കേട്ടോ. യൂണിറ്റ് 3 ബ്ലോക്ക് 4 റൈറ്റ് ടു നോൺ ഫിസിക്കൽ ഓർ ആസ്പിറേഷണൽ നീഡ്സ് എന്ന് പറഞ്ഞ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രിസണേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. യൂണിറ്റ് 4 വിസിറ്റോറിയൽ സിസ്റ്റം ഇൻ ഇന്ത്യ 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വിസിറ്റോറിയൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൺ പ്രിസൺ വിസിറ്റിംഗ് സിസ്റ്റം, അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹൈലൈറ്റ് ദ റോൾ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇംപ്രൂവിംഗ് ദ പ്രിസൺ കണ്ടീഷൻ എന്നായിരുന്നു ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ ബ്ലോക്ക് 1, 2, 3, 4 ഇത്രേതിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇനി ഞാൻ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും ആണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ വീഡിയോസും എല്ലാവരും കാണുക, നോട്ട്സ് ക്ലിയർ ചെയ്ത് പഠിക്കുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് മസ്റ്റായിട്ട് കവർ ചെയ്യുക, എന്നിട്ട് വേണം പുതിയ ടോപ്പിക്സ് പഠിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. താങ്ക് യു. ബ്ലോക്ക് 1 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ റെഡ് ഇങ്ക് വെച്ചിട്ട് ചോദിച്ചിരിക്കുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. ഇതും ബ്ലോക്ക് 1 ആണ്. യൂണിറ്റ് 3യും ബാക്കിയും യൂണിറ്റ് 4. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബ്ലോക്ക് 2 നോക്കാം. ബ്ലോക്ക് 2 ആണ് ഈ കാണിച്ചിരിക്കുന്നത്. യൂണിറ്റ് 3 വരെ ഉണ്ട് ഇവിടെ. യൂണിറ്റ് 3യുടെ ബാക്കി യൂണിറ്റ് 4. ഓക്കെ, ബ്ലോക്ക് 3 ആണ് ഈ കാണിച്ചേക്കുന്നത്. യൂണിറ്റ് 1 ഫുള്ളുണ്ട്. യൂണിറ്റ് 2ൻ്റെ ബാക്കിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. യൂണിറ്റ് 3, യൂണിറ്റ് 4 അത്രേ ഉള്ളൂ. യൂണിറ്റ് 4ൻ്റെ ബാക്കി ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ജുവനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ, അത് ഞാൻ പറയാൻ വിട്ടുപോയത്. അതിൻ്റെ ഫീച്ചേഴ്സും മെയിൻ പ്രൊവിഷൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 എന്ത് ബ്ലോക്ക് 4, യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4. ഓക്കെ, ഓൾറെഡി കാണിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് നോട്ട്സും കൂടെ ഉള്ളത്. നേരത്തെ വീഡിയോയിൽ നോട്ട്സ് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോയും കൂടെ ഉപയോഗപ്പെടുത്തി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.